പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വർണ്ണക്കുപ്പായത്തിൻ്റെ കഥ കേൾക്കൂ. അയ്യോ കഷ്ടം, എൻ്റെ കുപ്പായം പിങ്കി മുയൽ സങ്കടത്തോടെ കുപ്പായം നോക്കി പറഞ്ഞു. അയ്യോ കഷ്ടം, അയ്യോ വണ്ടി എന്നെ പറ്റിച്ചേ, വെള്ളയുടുപ്പിൽ ചളിയാക്കി, എങ്ങനെ ഞാൻ ഇനി സ്കൂളിൽ പോകും? സ്കൂളിലെ പഠനോത്സവത്തിന് വെള്ളയുടുപ്പും ധരിച്ചു വന്ന പിങ്കി മുയലിൻ്റെ ദേഹത്തേക്ക് വാഹനത്തിൽ കടന്നുപോയ ഏതോ ദുഷ്ടന്മാർ ചെളി തെറിപ്പിച്ചു. ഇടമഴ പെയ്ത് ചെളിയായ വഴിയിലൂടെ ഒരരികത്തുകൂടി ഒതുങ്ങിപ്പോയിരുന്ന മുയൽക്കുട്ടികളുടെ ദേഹത്തേക്ക് മനഃപൂർവ്വം ചെളി തെറിപ്പിച്ചതാണ്. പിങ്കി കരച്ചിൽ ലഹളയായി. ഇത് കേട്ടു വന്ന മറ്റു കുട്ടികൾ നോക്കുമ്പോഴേക്കും വാഹനം വളരെ ദൂരം പോയി കഴിഞ്ഞിരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന മുയൽക്കുട്ടിയെ സമാധാനിപ്പിച്ചുകൊണ്ട് കുരങ്ങൻ കുട്ടിയായ മിങ്കി പറഞ്ഞു, പിങ്കി മോളെ കരയണ്ട, നിന്നുടുപ്പ് ഞാനിപ്പോൾ നല്ല ഭംഗിയാക്കിത്തരാം, കണ്ണടച്ചു നിന്നാട്ടെ. മോൾ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ഞാൻ ഈ ഉടുപ്പ് ഭംഗിയാക്കിത്തരാം എന്നു പറഞ്ഞ് മിങ്കി ചില പച്ചിലകൾ പറിച്ചെടുത്ത് കൂട്ടിത്തിരുമ്മി അവളുടെ ഉടുപ്പിൽ തേച്ചു. മനോഹരമായ ചിത്രം പോലെ വരച്ചെടുത്തു. വെള്ളയും പച്ചയും ചെളിയുടെ നിറവും ചേർന്ന് പുതിയൊരു വർണ്ണക്കുപ്പായം പോലെയായി പിങ്കിയുടെ കുപ്പായം. കണ്ണു തുറന്നു നോക്കിയ പിങ്കിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ ഉടുപ്പ് ഇതുവരെ ആരും കാണാത്ത മനോഹരമായ ചിത്രപ്പണികളോടുകൂടിയ ഉടുപ്പായി മാറി. പിങ്കി തുള്ളിച്ചാടിക്കൊണ്ട് സ്കൂളിലേക്ക് കുതിച്ചു. സ്കൂളിലെത്തിയ അവളുടെ ഉടുപ്പ് കണ്ട് കൂട്ടുകാർ അന്തം വിട്ടു. എത്ര മനോഹരമാണു നിന്റെ ചന്തമി എന്നുള്ള കുപ്പായം, എവിടെ നിന്നാണ് നീ വാങ്ങിയിപ്പോൾ ആരും കൊതിക്കുന്ന കുപ്പായം? അത് മിങ്കീസ് കളക്ഷനിൽ നിന്ന് വാങ്ങിയതാണ്, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. അതെ, മിങ്കി തലകുലുക്കി ചിരിച്ചു. തനിക്കുണ്ടായ പ്രശ്നം ബുദ്ധിപൂർവം പരിഹരിച്ച കൂട്ടുകാരിയെ അവൾ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു.